തിരുവിതാംകൂറിന്റെ കാർഷിക ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിന് തുടക്കം കുറിച്ച സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അന്ന് ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 19-ാം നൂറ്റാണ്ടിലായിരുന്നു അത്. 1860-നും 1880-നും ഇടയ്ക്കുള്ള കാലഘട്ടം. ഇളയ സഹോദരനായ വിശാഖം തിരുനാൾ രാമവർമ്മ മുന്നോട്ട് വച്ച പുതിയ നിർദ്ദേശം വളരെ കൗതുകത്തോടെയും അതിലേറെ താൽപര്യത്തോടെയുമാണ് ജ്യേഷ്ഠനായ രാജാവ് കേട്ടിരുന്നത്. മലയാളക്കരയുടെ ഉർവരമായ മണ്ണിലേക്ക് ബ്രസീലിൽ ജന്മം കൊണ്ട ഒരു വിദേശ വിള എത്തിച്ചേരാൻ ഇടയാക്കി ആ നിർദ്ദേശവും ഭരണാധികാരിയുടെ അംഗീകാരവും. മരച്ചീനി എന്ന മഹത്തായ ഭക്ഷ്യവിള മലയാള മണ്ണിൽ എത്തിച്ചേരാൻ ഇടയായ ചരിത്രം ഇവിടെ തുടങ്ങുന്നു. കൃഷി കാര്യങ്ങളിൽ ഏറെ തൽപരനായിരുന്നു വിശാഖം തിരുനാൾ. ആയില്യം തിരുനാളിന് ശേഷം ഭരണം കൈയാളിയതും വിശാഖം തിരുനാൾ തന്നെ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രചരിപ്പിച്ചതിന് പുറമെ ഇവിടെ റബ്ബർ കൃഷി വ്യാപിപ്പിക്കാനും കാരണക്കാരൻ വിശാഖം തിരുനാളായിരുന്നു. മദ്രാസ് ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭു, അടയാർ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രഥമ അധ്യക്ഷനായിരുന്ന കേണൽ ഒൽക്കോട്ട് എന്നിവരിൽ നിന്നാണ് മരച്ചീനിയുടെ മഹത്വം വിശാഖം തിരുനാൾ മനസ്സിലാക്കുന്നത്. അനന്ത സാധ്യതകളുള്ള ഒരു ഭക്ഷ്യവിള. ശാസ്ത്ര കൗതുകിയായ വിശാഖം തിരുനാൾ മരച്ചീനിയുടെ പോഷകമേന്മകളും ഗുണമേന്മകളും ആഴത്തിൽ മനസ്സിലാക്കി. ഇത്രയും അന്നജപ്രധാനമായ ഒരു വിളയ്ക്ക് എന്തായാലും മനുഷ്യ സമൂഹത്തിന്റെ വിശപ്പിന് പരിഹാരമാകാൻ കഴിയും എന്ന കാര്യത്തിൽ വിശാഖം തിരുനാളിന് സംശയമേ ഉണ്ടായിരുന്നില്ല. ഒരു വേള ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരമായി കൂടാ എന്നുമില്ല. ദീർഘവീക്ഷണമാണല്ലോ ഉത്തമനായ ഒരു ഭരണാധികാരിയുടെ മുഖമുദ്ര. താൽക്കാലിക ലാഭം എന്ന ആശയം മാറ്റിവെച്ച് തന്റെ പ്രജകൾക്ക് ഭാവി ജീവിത സുരക്ഷിതത്വത്തിന് ഉതകുന്നത് തികഞ്ഞ ഗൗരവത്തോടെ നടപ്പാക്കുന്നു എന്നതാണ് രാജാവിന് പ്രജാവത്സലൻ എന്ന വിളിപ്പേര് ലഭിക്കാനും കാരണം. അങ്ങനെ ജ്യേഷ്ഠൻ തമ്പുരാന്റെ അനുഗ്രഹാശിസുകളോടെ തന്നെ ഇളമുറ തമ്പുരാനായ വിശാഖം തിരുനാൾ തിരുവിതാംകൂറിന്റെ മണ്ണിലേക്ക് മരച്ചീനിയുടെ വരവിന് വഴിത്താരയിടുകയായിരുന്നു. മലയാളികളുടെ മുഖ്യ ഭക്ഷണമായ അരി ആഹാരത്തോട് കിടപിടിക്കുന്ന മരച്ചീനിയുടെ ജൈത്രയാത്രയ്ക്ക് അങ്ങനെ അവിടെ തുടക്കം കുറിച്ചു. രാജാവ് താമസിയാതെ തന്നെ ബ്രസീലിൽ നിന്ന് കപ്പത്തണ്ടുകൾ ഇറക്കുമതി ചെയ്തു. പിന്നീട് അങ്ങോട്ട് നിരന്തര പഠനത്തിന്റെയും നിരീക്ഷണത്തിന്റെയും നാളുകളായിരുന്നു. കവടിയാർ കൊട്ടാരത്തിന് തൊട്ടടുത്തുള്ള ജവഹർ നഗർ എന്ന സ്ഥലത്ത് മരച്ചീനി തണ്ടുകൾ നട്ടുകൊണ്ട് രാജാവ് ഒരു പുതിയ വിളയെ മലയാള മണ്ണിലേക്ക് എതിരേറ്റു. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹൗസിംഗ് കോളനികളിൽ ഒന്നാണ് ജവഹർ നഗർ. പഴയ കാലത്ത് മരച്ചീനി കൃഷി തുടങ്ങുകയും പിന്നീട് അത് വ്യാപകമാവുകയും ചെയ്തതിനാൽ ജവഹർ നഗറിന് മരച്ചീനി വിള എന്നൊരു പൂർവനാമവുമുണ്ട്. മരച്ചീനി നടുക മാത്രമല്ല രാജാവ് ചെയ്തത്, അതിന്റെ പരിപാലനവും പിന്നീട് വിളവെടുപ്പും തുടങ്ങി കപ്പ എങ്ങനെ പാചകം ചെയ്യണം എന്നതുവരെ അദ്ദേഹം ജനങ്ങളെ സോദാഹരണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പുതിയ വിളകളുടെ സുരക്ഷിത സ്വഭാവം ശരിക്കും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് രാജാവ് മരച്ചീനി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മരച്ചീനി തോല് പൊളിച്ച് ചെറിയ കഷണങ്ങളാക്കി അരിഞ്ഞ് അല്പം ഉപ്പും ചേർത്ത് നന്നായി പുഴുങ്ങി പച്ചമുളക് കൊണ്ട് ചമ്മന്തിയും തയ്യാറാക്കി ഉപയോഗിക്കുന്നതിന് അദ്ദേഹം ജനങ്ങൾക്ക് പ്രേരണയും പ്രചോദനവുമായി. അതുപോലെ തന്നെ മരച്ചീനി അരിഞ്ഞുണക്കി വാട്ടുകപ്പയായി സൂക്ഷിച്ച് പിൽക്കാലത്ത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനും പഠിപ്പിച്ചു. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP-യും മരച്ചീനിയുടെ പ്രചാരണത്തിന് ഏറെ പിന്തുണ നൽകിയിരിക്കുന്നതായി ചരിത്രം പറയുന്നു. മരച്ചീനിയുടെ ചരിത്രം തുടരും.